നീ എൻ ജീവനിൽ ഭാഗം 26. നമുക്ക് സംസാരിക്കണം, അവൻ ഒടുവിൽ പറഞ്ഞു. ആ വാക്കുകൾക്കായിട്ട് അവൾ ഏറെ നാളായി കാത്തിരിക്കുന്നത്. അവൾ പതിയെ തല കുനിച്ചു. അതെ, അവൾ പറഞ്ഞു, നമുക്ക് എല്ലാവരോടും സംസാരിക്കണം. അവൻ അതിശയത്തോടെ അവളെ നോക്കി. എല്ലാവരോടും? അതെ, അവൾ ഉറച്ചു പറഞ്ഞു. ദക്ഷ, ശ്രീദേവ്, അങ്ങനെ എല്ലാവരും. സഞ്ജീവ് മിണ്ടാതെ നിന്നു. പഴയ സഞ്ജീവ് ആയിരുന്നെങ്കിൽ അവൻ അതിനെ നിരസിച്ചേനെ. പക്ഷേ ഇപ്പോൾ അവൻ അത് ചെയ്യുന്നില്ല. അവൾ ചിന്തിച്ചു. ശരി, അവൻ ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു. ആ വാക്ക് ഒരു തീരുമാനമായിരുന്നു, ഒരു പുതിയ തുടക്കം. ബാൽക്കണിയിലൂടെ സൂര്യന്റെ വെളിച്ചം അകത്തേക്ക് വന്നു. ആ വെളിച്ചത്തിൽ അവരുടെ ജീവിതവും പതിയെ പ്രകാശിക്കാൻ ഒരുങ്ങി. സൂര്യൻ മുഴുവനും ഉയർന്നിരുന്നു. മുറിയുടെ അകത്തേക്ക് വെളിച്ചം പടർന്നിരുന്നു. ആ വെളിച്ചം പോലെ തന്നെ സഞ്ജീവിന്റെ മനസ്സിലും ഒരു ചെറിയ വ്യക്തത ഉദിച്ചു തുടങ്ങിയിരിക്കുന്നു. അവൻ വാഷ്റൂമിലേക്ക് പോയി. മുഖം കഴുകി പുറത്തു വന്ന് കണ്ണാടിയിൽ സ്വന്തം മുഖം നോക്കി നിൽക്കുകയായിരുന്നു. ഒരിക്കൽ ആത്മവിശ്വാസം നിറഞ്ഞിരുന്ന ആ മുഖം ഇപ്പോൾ ക്ഷീണിച്ചിരിക്കുന്നു. പക്ഷെ അതിൽ ഒരു കടുപ്പം കുറഞ്ഞിരിക്കുന്നു. ഞാൻ ഇത്രയും വർഷം എന്താണ് തെളിയിക്കാൻ ശ്രമിച്ചത്? അവൻ തന്നോട് തന്നെ ചോദിച്ചു. പുറത്ത് ശ്രീകുട്ടി ഫോണിൽ ദക്ഷയോടും ദേവിനോടും സംസാരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് ഗാർഡൻ ഏരിയയിൽ ഒത്തുകൂടാം, ദക്ഷ പറഞ്ഞു. ഇനി ഒന്നും മറച്ചു വെക്കേണ്ട. ശരി, ശ്രീകുട്ടി പറഞ്ഞു. സഞ്ജീവ് റെഡിയാണ്. ആ വാക്ക് പറയുമ്പോൾ അവളുടെ ശബ്ദത്തിൽ ഒരു അഭിമാനം ഉണ്ടായിരുന്നു. 10 മണിക്ക് റിസോർട്ടിന്റെ ഗാർഡൻ ഏരിയ. പച്ചപ്പിന്റെ നടുവിൽ ഒരു വൃത്താകൃതിയിലുള്ള ഇരിപ്പിടം. മഞ്ഞ് ഇപ്പോഴും മുഴുവനും മാറിയിട്ടില്ല. ആദ്യമായി എത്തിയത് ശ്രീദേവും ദക്ഷയും. അവരുടെ മുഖങ്ങളിൽ ആശങ്കയും പ്രതീക്ഷയും ചേർന്നിരുന്നു. ദക്ഷയുടെ കണ്ണുകൾ ഒരുപാട് ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൾ ശാന്തമായി ഇരുന്നു. അവസാനം സഞ്ജീവും ശ്രീകുട്ടിയും എത്തി. അവിടെ ഒരു നിമിഷം മുഴുവൻ നിശബ്ദത. ഒരുപാട് വർഷങ്ങളായി കൂട്ടിക്കൊണ്ടിരുന്ന വേദനകൾ, പറയാത്ത വാക്കുകൾ, അവയെല്ലാം ആ വൃത്തത്തിൽ ഒത്തുകൂടിയിരുന്നു. ശ്രീദേവ് ആദ്യം സംസാരിച്ചു. സഞ്ജീവ് ഇരിക്ക്. ശ്രീദേവ് പറഞ്ഞതും സഞ്ജീവ് ശ്രീകുട്ടിയെ നോക്കി. അവൾ കണ്ണുകൊണ്ട് ഇരിക്കൂ എന്ന് കാണിച്ചു. നമുക്ക് ഇതെല്ലാം പറഞ്ഞു തീർക്കണം, അവൻ ശാന്തമായി പറഞ്ഞു. സഞ്ജീവ് അവനെ നോക്കി. ഈ സമയം കണ്ണുകളിൽ വൈരാഗ്യമില്ല. ദക്ഷ പതിയെ എഴുന്നേറ്റു. സഞ്ജീവേട്ടാ, അവൾ അവനെ വിളിച്ചു. അവന്റെ നെഞ്ച് ഒന്ന് പിടഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ഒരു വാക്ക് പോലും തന്നിട്ടില്ല, ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല ഇത്രയും നാളായിട്ടും, ദക്ഷ പറഞ്ഞു. എന്നിട്ടും എന്തിനാ ഇങ്ങനെ? എത്ര തവണ ഞാൻ പറഞ്ഞു എനിക്ക് ശ്രീദേവിന് ഇഷ്ടമാണെന്ന്. ശ്രീദേവി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇനിയും നിങ്ങൾ ഞാൻ പറഞ്ഞ കേൾക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാതായത്. ദക്ഷ പറയുന്നത് കേട്ട് സഞ്ജീവ് മിണ്ടാതെ നിന്നു. പക്ഷെ ഇന്ന് ഞാൻ പറയും, അവൾ തുടർന്നു. ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ എടുത്ത തീരുമാനം എന്റെ ജീവിതത്തിനായിട്ടായിരുന്നു. അതിൽ നിന്നെ തോൽപ്പിക്കാനോ നശിപ്പിക്കാനോ ഒരു ഉദ്ദേശവുമില്ല. ആ വാക്കുകൾ സഞ്ജീവിന്റെ ഹൃദയത്തിൽ പതിച്ചു. അവൻ ആദ്യമായി ദക്ഷയുടെ നേരെ അവളുടെ കണ്ണുകളിൽ നോക്കി. അവിടെ കള്ളമില്ലായിരുന്നു. നമ്മൾ ശത്രുക്കളാകാൻ കാരണം ഞാനായിരുന്നു. എന്റെ മനസ്സിൽ നിന്നോട് തോന്നിയ ഇഷ്ടം തുറന്നു പറയാതിരുന്നത്. അന്നേ പറയാമായിരുന്നു. പക്ഷെ എന്റെ മനസ്സിലുള്ള ചില തെറ്റിദ്ധാരണകൾ കാരണമായിരുന്നു ഞാൻ എന്റെ ഇഷ്ടം നിന്നോട് പറയാതിരുന്നത്. അവൻ പറഞ്ഞു. നിങ്ങൾ ഇന്നും പഴയ സഞ്ജീവേട്ടൻ തന്നെയാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളെ തന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അത് കേട്ട് സഞ്ജീവ് ഒന്ന് ദീർഘനിശ്വാസം വിട്ടു. എനിക്ക് തോന്നിയ പ്രണയം പറഞ്ഞ് പുറകെ നടത്താതെ വീട്ടുകാരോട് സംസാരിച്ച് നിന്നിലേക്ക് എത്താം എന്ന കരുതിയത്. അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് ആയിരുന്നു. അവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത്. അവൻ ആദ്യമായി അവന്റെ മനസ്സ് തുറന്ന് സംസാരിച്ചു. എനിക്ക് നീ എന്നെ വിട്ടു പോകുന്നു, എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് തോന്നിയപ്പോ എനിക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ തോന്നി. പ്രണയം എന്നെ അന്ധമാക്കി മാറ്റിയിരുന്നു. മറ്റുള്ളവർ പറയുന്നത് ഞാൻ കേട്ടില്ല. എന്തിന്, നീ പറയുന്നത് പോലും കേൾക്കാൻ എന്റെ മനസ്സ് സമ്മതിച്ചില്ല, അല്ലെങ്കിൽ അംഗീകരിച്ചില്ല എന്ന് പറയുന്നതാകും ശരി. ദക്ഷയുടെ കണ്ണുകൾ നനഞ്ഞു. നിങ്ങളെ ആരും കൈവിട്ടിട്ടില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളുടെ മുന്നിൽ ഈ നിൽക്കുന്ന ശ്രീകുട്ടി, അവൾ മൃദുവായി പറഞ്ഞു. ഞാൻ കാരണമല്ല, നിങ്ങൾക്ക് എന്നോടുള്ള പ്രണയം കാരണമാണ് ഇവളുടെ ജീവിതം നശിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവളുടെ ജീവിതം സുരക്ഷിതമാക്കിയേ പറ്റൂ. അവളുടെ ജീവിതം സുരക്ഷിതമാകുന്നത് നിങ്ങളുടെ കയ്യിൽ മാത്രമാണ്. ഇനിയെങ്കിലും നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക സഞ്ജീവേട്ടാ. ആ വാക്ക് കഠിനമായിരുന്നില്ല, പക്ഷെ സത്യമായിരുന്നു.
ഒരു നിമിഷം സഞ്ജീവിന്റെ കണ്ണുകൾ താഴ്ന്നു. ശ്രീകുട്ടി അവന്റെ അടുത്തേക്ക് അല്പം നീങ്ങി. അവൾ ഒന്നും പറഞ്ഞില്ല. പക്ഷെ അവളുടെ സാന്നിധ്യം അവന് ഇപ്പോൾ ഒരു താങ്ങാകുന്നത് പോലെ അവന് തോന്നി. നാഗേന്ദ്രസിംഹ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് ഉദ്ദേശം എന്നൊന്നും അറിയില്ല, ദക്ഷ പെട്ടെന്ന് തന്നെ പറഞ്ഞു. ആ വാക്ക് കേട്ട് എല്ലാവരും സഞ്ജീവിനെ നോക്കി. അവൻ കണ്ണുകൾ ഉയർത്തി. ഈ സമയം അവൻ ഒന്നും മറച്ചു വെച്ചില്ല. അതെ, ഞാൻ പറഞ്ഞിട്ടാണ് അവൻ ഇവിടെ എത്തിയത്. പിന്നീട് എല്ലാ കാര്യങ്ങളും സഞ്ജീവ് പറഞ്ഞു. സഞ്ജീവ് തന്റെ അടുത്ത് നാഗേന്ദ്രസിംഹ സഹായം ചോദിച്ചു വന്നതടക്കം. അപ്പോൾ സഞ്ജീവിന്റെ കൂടെ നിന്ന് എന്നെ തകർക്കാൻ അവൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് അല്ലേ? അതെ, എന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഇങ്ങനെ ഒരു യാത്ര പോകുന്നുണ്ട്, അതിന്റെ കാര്യം ഒന്ന് കണ്ടുപിടിക്കുക എന്ന്. പക്ഷെ ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം അവൻ അറിയില്ല, സഞ്ജീവ് പറഞ്ഞു. അത് എന്തുകൊണ്ടാ പറയാതിരുന്നത്? ശ്രീദേവ് ശാന്തമായി ചോദിച്ചു. സഞ്ജീവ് കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. ഇതിപ്പോൾ ഞാൻ നാഗേന്ദ്രനോട് പറഞ്ഞില്ലെങ്കിലും അവൻ ചെയ്യുമായിരുന്നു. അവൻ നിങ്ങളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. SS ഗ്രൂപ്പ് SRD ഗ്രൂപ്പും അവന് വല്ലാത്ത കൺഫ്യൂഷൻ ആകുന്നുണ്ട്. അതറിയാനുള്ള നെട്ടോട്ടത്തിലാണ് അവൻ. അവന് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ശ്രീദേവിനെ നേരിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവൻ എൻ്റെ കൂടെ കൂടിയതും എന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്കെല്ലാം ഞാനൊരു ഭീഷണിയാണ് എന്ന് അവൻ അറിയാം. അപ്പോൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കും എന്ന് പറയില്ലേ, അതുപോലെ എൻ്റെ ശത്രുത മുതലാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് അവൻ. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ അവന്റെ അടുത്ത് പ്രവർത്തിച്ചതും. ശ്രീകുട്ടി അവനെ നോക്കി. ഒരു പക്ഷേ ഞാൻ അവനെ എൻ്റെ കൂടെ നിർത്തിയില്ലെങ്കിൽ അവൻ ശ്രീദേവിനെ തകർക്കാൻ മറ്റൊരു മാർഗം സ്വീകരിക്കും. അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരുപാട് ശത്രുക്കൾ ശ്രീദേവിനുണ്ട്. അവരെ ആരെയെങ്കിലും കണ്ടുപിടിക്കും. അത് ചിലപ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങളെ ബാധിക്കുന്നത് എന്ന് എനിക്കറിയില്ല. എനിക്ക് ശ്രീദേവിനോടുള്ള സ്നേഹക്കൂടുതലോ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഓർത്തിട്ടില്ല. അത് ദക്ഷയെ ബാധിക്കും എന്ന് അറിയുന്നത് കൊണ്ടാണ് ഞാൻ അവൻ മറ്റൊരാളെ തേടി പോകാതെ ഇരിക്കാൻ എന്റെ കൂടെ നിർത്തിയത്. ഇതെല്ലാം കേട്ടപ്പോ ശ്രീകുട്ടി അവനെ ദയനീയമായി നോക്കി. അവളുടെ കണ്ണുകളിൽ കുറ്റപ്പെടുത്തലില്ല, കരുണ മാത്രം. ഇനി എന്ത്? ശ്രീദേവ് ചോദിച്ചു. സഞ്ജയ് ഫോൺ എടുത്തു. എല്ലാവരുടെയും മുന്നിൽ നാഗേന്ദ്രസിംഹയുടെ നമ്പർ ഡയൽ ചെയ്തു. നാഗേന്ദ്ര, നീ തിരിച്ചു പോക്കോ. ഞാൻ വാഗമണ്ണിൽ എത്തിയിട്ടുണ്ട്. ഞാൻ നോക്കിക്കൊള്ളാം. ഇവിടെ നീ ഉണ്ടായാൽ ശരിയാവില്ല. നീ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തി എൻ്റെ ഹെഡ് ഓഫീസിൽ ചെന്ന് മാനേജറെ കണ്ടോളൂ. നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്, സഞ്ജീവ് പറഞ്ഞു. അപ്പോ നിങ്ങൾ ഇവിടെയുണ്ടോ? നിങ്ങൾ നേരിട്ടാണോ ഇനി ശ്രീദേവിനെ? അത്രയും ചോദിച്ചതും നാഗേന്ദ്രൻ നിർത്തി. ഞാൻ നിന്നോട് പറഞ്ഞു, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. നീ എത്രയും പെട്ടെന്ന് എന്താവശ്യമായിട്ടാണോ നീ എൻ്റെ അടുത്തേക്ക് വന്നത്, അതാണ് നിനക്കായി ഞാൻ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ തിരിച്ചു പോയിക്കോളൂ. അത്രയും പറഞ്ഞ് സഞ്ജീവ് ഫോൺ കട്ട് ചെയ്തു. അവിടെ വീണ്ടും ഒരു നിശബ്ദത. പിന്നെ ആ നിശബ്ദതയിൽ ഒരു ഭാരം കുറയ്ക്കുന്നത് പോലെ ശ്രീദേവ് പതിയെ സഞ്ജീവിന്റെ അടുത്തേക്ക് വന്നു. സഞ്ജീവിന്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. ഒരു നിമിഷം രണ്ടുപേരും തമ്മിൽ നോക്കി. ശ്രീദേവ് കൈനീട്ടി. സഞ്ജീവ് അതിലേക്ക് നോക്കി. അവൻ പതിയെ കൈനീട്ടി. രണ്ട് കൈകൾ തമ്മിൽ ചേർന്നു. അതൊരു കരാറായിരുന്നില്ല, ഒരു അവസാനവുമല്ല, ഒരു തുടക്കമായിരുന്നു. വാഗമണ്ണിന്റെ കാറ്റ് വീണ്ടും വീശി. മഞ്ഞ് മുഴുവൻ മാറിയിരുന്നു. ഗാർഡനില് ആ കൂടിക്കാഴ്ച കഴിഞ്ഞ് എല്ലാവരും പതിയെ പിരിഞ്ഞു. അന്ന് ശ്രീദേവ് കുറച്ചു കഴിഞ്ഞ് ഷൂട്ടിങ്ങുമായിട്ട് പുറത്തേക്ക് പോയി. കൂടെ ദക്ഷയെയും കൊണ്ടുപോയി. സന്ധ്യയ്ക്ക് ശ്രീകുട്ടി റൂമിന്റെ ബാൽക്കണിയിൽ നിന്നു. മലകൾ വീണ്ടും മഞ്ഞ് പൊതിഞ്ഞിരുന്നു. സഞ്ജീവ് പതിയെ അവളുടെ അടുത്തേക്ക് വന്നു. നിനക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? സഞ്ജീവ് ചോദിച്ചു. അത് കേട്ട് അവളുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. അവൾ തിരിഞ്ഞ് അവനെ നോക്കി. എന്തുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മാറാൻ തീരുമാനിച്ചത് എന്ന് നിനക്കറിയണമല്ലേ? അവൾ തല കുനിച്ചു. സഞ്ജീവ് കുറച്ചു നിമിഷം പുറത്തേക്ക് നോക്കി. എനിക്ക് തോന്നിയിരുന്നു എല്ലാവരും എന്നെ വെറുത്തു എന്ന്. അച്ഛൻ, അമ്മ, മുത്തച്ഛൻ, മുത്തശ്ശി, അനിയൻ എല്ലാവരും എന്നെ വെറുത്തു, എന്നിൽ നിന്നും അകന്നു. ഞാൻ ഒരുപാട് സ്നേഹിച്ചതാണ് ദക്ഷയെ. പക്ഷെ അവളും എന്നെ വിട്ടുപോയി എന്ന് പറയാൻ പറ്റില്ല. കാരണം അവൾ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് എന്തും വെട്ടിപ്പിടിച്ച് മാത്രം ശീലിച്ച ഞാൻ, തോൽക്കാൻ ഇഷ്ടമില്ലാത്ത ഞാൻ അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. അതിന്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് പേരെ സങ്കടപ്പെടുത്തേണ്ടി വന്നു, തെറ്റുകളും ചെയ്യേണ്ടി വന്നു. ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ്. ആരും ഇല്ല എനിക്ക്. ഞാൻ മദ്യത്തെ ആശ്രയിച്ചത് പോലും
ആ വേദന, ആ ഒറ്റപ്പെടൽ മറക്കാൻ വേണ്ടിയാണ്. അവന്റെ ശബ്ദം പതിയെ ആയി. പക്ഷേ ഇന്നലെ ഇന്നലെ രാത്രി റെസ്റ്റോറന്റിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നീ എന്റെ മുന്നിൽ വന്ന് ഇരുന്നു. ഒന്നും ചോദിക്കാതെ, ഒന്നും കുറ്റപ്പെടുത്താതെ. സ്ത്രീക്കുട്ടിയുടെ കണ്ണുകൾ നനഞ്ഞു. ആ നിമിഷം എനിക്ക് മനസ്സിലായി, ഞാൻ ഒറ്റയ്ക്കല്ല. പക്ഷേ ഞാൻ തന്നെയാണ് എന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവൻ അവളുടെ നേരെ നോക്കി. ഒറ്റപ്പെടൽ, അത് ഭയങ്കരമാണ് ശ്രീക്കുട്ടി. അത് താങ്ങാൻ പറ്റില്ല. ഞാൻ വെറുപ്പിൽ പിടിച്ചു നിൽക്കുന്നത് സത്യത്തിൽ എല്ലാം നഷ്ടപ്പെടും എന്നുള്ള എന്റെ ഭയമാണ്. അവൾ പതിയെ അവന്റെ അടുത്തേക്ക് നീങ്ങി. നീ ഭയപ്പെടുന്നത് നഷ്ടപ്പെടലിനെയാണ്. പക്ഷെ നീ വെറുപ്പിലൂടെ തന്നെ എല്ലാവരെയും നഷ്ടപ്പെടുത്തി. അവൻ തല കുനിച്ചു. ഇനി എനിക്ക് അങ്ങനെ ജീവിക്കാനാവില്ല. എനിക്ക് സമാധാനം വേണം. നിന്നോടൊപ്പം മനുഷ്യനായി ജീവിക്കണം. ആ വാക്കുകൾ അവൾ കേൾക്കാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ശ്രീകുട്ടി, നിനക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യവും വെറുപ്പും എന്തെങ്കിലും ഉണ്ടോ? അവൻ ചോദിച്ചു. അവൾ അപ്പോഴും അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നതേയുള്ളൂ. നിനക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ അറിയാം. ഞാൻ ഞാൻ നിന്നെ അന്ന് അന്ന് അങ്ങനെ സംഭവിച്ചത് കൊണ്ടല്ലേ നിന്റെ പ്രണയം നിനക്ക് നഷ്ടപ്പെട്ടത്? കൂട്ടുകാരിൽ നിന്നും നിനക്ക് അകന്ന് നിൽക്കേണ്ടി വന്നതും നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ദക്ഷയെ നിനക്ക് വേദനിപ്പിക്കേണ്ടി വന്നതും എല്ലാം ഞാൻ കാരണമല്ലേ? അതുകൊണ്ട് നിനക്ക് എന്നോട് വെറുപ്പുണ്ടോ? ദേഷ്യമുണ്ടോ? സഞ്ജീവ് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. പെട്ടെന്ന് അവൻ കയ്യിൽ പിടിച്ചതും അവൾ അവന്റെ മുഖത്തേക്ക്, അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു. ഉണ്ടായിരുന്നു, ഇപ്പോ ഇല്ല. നിങ്ങൾ പറഞ്ഞ ആ ഒറ്റപ്പെടൽ ഞാനും അനുഭവിക്കുന്നുണ്ട്. ഇനിയും എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾ എന്നെ സ്വീകരിക്കില്ല എന്ന് അറിഞ്ഞിട്ടും ഞാൻ നിങ്ങളുടെ പുറകെ തന്നെ വന്നത്. എനിക്ക് നിങ്ങളെ വേണം. എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. ഇപ്പോൾ എനിക്ക് നിങ്ങളോടൊരു ഇഷ്ടമുണ്ട്. സാധാരണ ആദ്യം മനസ്സുകൾ തമ്മിൽ പ്രണയിക്കും. അതിനുശേഷമല്ലേ ആ പ്രണയത്തെ നമ്മൾ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കുന്നത്, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. പക്ഷെ ഇവിടെ നമ്മൾ ആദ്യം എൻ്റെ ശരീരമാണ് സ്വന്തമാക്കിയത്. അതിനുശേഷമാണ് ഇപ്പോൾ എൻ്റെ മനസ്സും നിങ്ങളെ ആഗ്രഹിക്കുന്നത്. ശരിക്കും ഞാനിപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ ഞാനോ ആഗ്രഹിക്കുന്നുണ്ട്. അവൾ പറഞ്ഞതും അവൻ പെട്ടെന്ന് അവളെ ഇറുകി പുണർന്നു. പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടിയെങ്കിലും അവളും അവനെ ചേർത്ത് പിടിച്ചു. ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം നിനക്ക് മറക്കാൻ സാധിക്കുമെങ്കിൽ, നീ മറക്കുമെങ്കിൽ നമുക്ക് ഒന്നിച്ച് ജീവിക്കാം. ഞാൻ തയ്യാറാണ്. ദക്ഷയെ ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിൽ നിന്നും ഒഴിവാക്കാൻ ഞാൻ തയ്യാറാണെന്നല്ല, ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദക്ഷയെ എനിക്ക് പഴയതുപോലെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. കാരണം അവളെ ഓർക്കുമ്പോൾ എപ്പോഴും അവളുടെ കൂടെ നിൽക്കുന്ന ശ്രീദേവും എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇനി അങ്ങോട്ട് ദക്ഷ എന്ന് പറഞ്ഞാൽ എനിക്ക് ശ്രീദേവ് കൂടിയാണ്. അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും ദക്ഷയുടെ പുറകെ പോകില്ല. ദക്ഷയുടെ എന്നല്ല, ഒരു പെണ്ണിൻ്റെയും പുറകെ ഇനി ഞാൻ പോകില്ല. നീ കൂടെയുണ്ടെങ്കിൽ ഞാൻ പുതിയൊരു മനുഷ്യനായി മാറും. അവൻ പറഞ്ഞുകൊണ്ട് കരഞ്ഞു പോയിരുന്നു. ആദ്യമായി അവൻ സ്വന്തം തെറ്റുകൾ സമ്മതിച്ചു. അത് അഭിനയമല്ലെന്ന് അവൾക്ക് തോന്നി. കാരണം അവന്റെ കണ്ണുകളിൽ അഹങ്കാരം ഇല്ലായിരുന്നു, ഭയം മാത്രം. ഒറ്റപ്പെട്ടു പോകുന്നതിന്റെ ഭയം, സത്യമായിട്ടുള്ള പശ്ചാത്താപം. എന്നാൽ എല്ലാവർക്കും ഈ മാറ്റം ഉടൻ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. റോയും ശങ്കറും റിസോർട്ടിന്റെ ലോൺ ഏരിയയിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു. ഇത് പെട്ടെന്നുള്ള മാറ്റമാണല്ലോ, റോയ് പറഞ്ഞു. അവനെ എനിക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശങ്കർ തല കുലുക്കി. സഞ്ജീവ് എപ്പോഴും എന്തെങ്കിലും മനസ്സിൽ കണ്ടുവച്ചാണ് നടക്കുന്നത്. അവർക്ക് സഞ്ജീവിന്റെ പഴയ മുഖം മാത്രമേ അറിയൂ. ഈ പുതിയ മാറ്റം അവർക്ക് ആശ്വാസമല്ല, ആശങ്കയായിരുന്നു. ശ്രീദേവ് അവരോടൊപ്പം നിന്നു. അവൻ ഇന്ന് ഫോൺ ചെയ്ത് നാഗേന്ദ്രയെ തിരിച്ചയച്ചു. ശ്രീദേവ് പറഞ്ഞു. അത് നമ്മളെ വിശ്വസിപ്പിക്കാനായിരിക്കും, റോയ് മറുപടി നൽകി. ശ്രീദേവ് പിന്നെ ഒന്നും മിണ്ടാതെ നിന്നു. അവനും പൂർണ്ണമായും വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് കണ്ട സഞ്ജീവ് അത് പഴയവനല്ലായിരുന്നു. ഇതിനിടയിൽ സായൂജ് ദൂരത്തു നിന്ന് സഞ്ജീവിനെ നോക്കി. അവന്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥത. അവൻ മാറിയെന്ന് പറയുന്നത് എനിക്ക് പേടിയാണ്, അവൻ മീനാക്ഷിയോട് പറഞ്ഞു. അവൻ വീണ്ടും പഴയ പോലെ ആയാൽ? മീനാക്ഷി ശാന്തമായി പറഞ്ഞു. നീ നേരിട്ട് അവനോട് സംസാരിക്കണം. അവന്റെ കണ്ണുകളിൽ നോക്കി.
സായുജ് കുറച്ചു നിമിഷം ചിന്തിച്ചു. പിന്നെ ഉറച്ചു. അതെ, ഞാൻ സംസാരിക്കും. രാത്രിയിൽ റിസോർട്ടിന്റെ പാതയിലൂടെ സഞ്ജീവ് ഒറ്റയ്ക്ക് നടക്കുമ്പോൾ സായുജ് അവന്റെ മുന്നിൽ വന്ന് നിന്നു. രണ്ടുപേരും നിശ്ചലമായി നിന്നു. എനിക്ക് സംസാരിക്കാമോ? സായുജ് ചോദിച്ചു. സഞ്ജീവ് തലകുലുക്കി. അവർ പാതയുടെ അരികിലൊരു ബെഞ്ചിലായിട്ട് ഇരുന്നു. ഞാൻ നിങ്ങളെ ഭയക്കുന്നു, സായുജ് തുറന്നു പറഞ്ഞു. സഞ്ജീവ് അതിശയിച്ചു. നീ വീണ്ടും പഴയ പോലെ മാറുമോ എന്ന്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണിക്കുന്നത് അഭിനയമാണോ എന്ന്. സഞ്ജീവ് കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. നീ ഭയക്കുന്നത് ശരിയാണ്, അവൻ ശാന്തമായി പറഞ്ഞു. കാരണം ഞാൻ അങ്ങനെയായിരുന്നു. അവൻ നേരെ സായുജിന്റെ കണ്ണുകളിൽ നോക്കി. പക്ഷേ എനിക്ക് മതിയായി. എപ്പോഴും ആരെയെങ്കിലും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്, എപ്പോഴും ജയിക്കണമെന്ന വാശി, അതിൽ ഞാൻ തോറ്റു. സായുജ് മിണ്ടാതെ നിന്നു. നീ വിശ്വസിക്കണമെന്നില്ല, പക്ഷേ ഇനി ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല ഞാൻ. എനിക്ക് എന്നെ തന്നെ തിരിച്ചു കിട്ടണം. ആ വാക്കുകൾ സായുജിന്റെ മനസ്സിൽ പതിച്ചു. അവൻ പതിയെ എഴുന്നേറ്റു. ഒന്നും മിണ്ടാതെ അവൻ തിരിച്ചു നടന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.